അതും പോട്ടെ ഈ പറയുന്ന എന്താണ് അവര് ഒരു ഇൻഡാസ് ഇറക്കാണ്. എന്താണ് ഇൻഡാസ്? റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല. ഇന്ത്യ എണ്ണ വാങ്ങുന്ന നോക്കാൻ നമ്മളെന്തോ സർവൈലൻസ് സംവിധാനം ഉണ്ട്. അത് തിരുത്തു കഴിഞ്ഞാൽ നമ്മൾ കരാറിൽ നിന്ന് പിൻവാങ്ങും എന്ന്. സാറേ, ഈ രാജ്യത്തെ പരമാധികാരത്തെ കളിയാക്കല്ലേ ട്രംപ്? അതെങ്ങനെ നടക്കുക? നമ്മൾ തീരുമാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. രാജ്യത്തിന്റെ മുഴുവൻ ഭരണവും ഏറ്റെടുത്തിരിക്കുന്ന പോലെയാണ് ട്രംപ് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും BJP മൻമോഹൻ സിംഗിനെയും നെഹ്റുവിനെയും കളിയാക്കാൻ വേണ്ടി വെക്കുന്നത്. കേരൾ ഡെന്നിയുടെ പറഞ്ഞു 56-ലെ സൂയസ് ക്രൈസിസ്. ആ സൂയസ് ക്രൈസിസിൽ നമ്മൾ കൃത്യമായ നിലപാടെടുത്തു, അപലപിച്ചു. അത് ഈജിപ്തിനെ ആക്രമിക്കപ്പോഴാണ്. ഇസ്രായേലും ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും കൂടി ആക്രമിച്ചപ്പോൾ നമ്മൾ അതിനെ കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹംഗേറിയൻ ഇതിനകത്ത് നമ്മൾ അപലപിച്ചിട്ടില്ല. ശരി, ഞാൻ അംഗീകരിക്കുന്നു, ഹംഗേറിയൻ ഇതിനകത്ത് അപലപിച്ചിട്ടില്ല. നമ്മൾ അന്ന് ബഡ്ഡിങ് സ്റ്റേജിലാണ്. 56 നമ്മൾ ബഡ്ഡിങ് ആണ്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ നിന്ന് ട്രൂപ്സിനെ വിഡ്രോ ചെയ്യണം. നമ്മൾ റഷ്യയോട് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ട്രൂപ്സിനെ വിഡ്രോ ചെയ്യണം, അവിടെ സമാധാനം കൊണ്ടുവരണം, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഖേദമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ന് ഇസ്രായേലിനോട് വെടിനിർത്തൽ നടപ്പിലാക്കണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ? നിങ്ങൾ നെഹ്റുവിനെ വെച്ചാണല്ലോ. ഇന്ന് ഈ 2025 നിൽക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയുമായിട്ടൊക്കെ നമ്മൾ ഇസ്രായേലുമായിട്ട് അമേരിക്കയായിട്ട് നമ്മൾ തുല്യ ശക്തിയോടാണ് ഇടപെടുന്നത്. ആസ് ഈക്വൽസ് നമ്മൾ ഇടപെടുകയാണ്. ആ ഈക്വൽസ് ആയിട്ട് ഇടപെടുന്നിടത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഈ യുദ്ധം നടന്നാൽ ഞങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ അത് ഹനിക്കും. ഞങ്ങളുടെ കോടിക്കണക്കിനായിട്ട് വരുന്ന മനുഷ്യർ ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്. അവരുടെ ജീവന് പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഈ യുദ്ധം പരിഹരിക്കപ്പെടണം. ഞങ്ങൾ വേണമെങ്കിൽ സമാധാനത്തിന് മുൻകൈ എടുക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ നരേന്ദ്രമോദിയുടെ നാവ് പൊങ്ങുമോ? പകരം എന്താ ചെയ്യുന്നത്? ഇറാനെ ആക്രമിച്ചതിനെ അപലപിക്കില്ല, മറിച്ച് ഇറാൻ GCC രാജ്യങ്ങളിലേക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുകയാണ്. ഇത് നരേന്ദ്രമോദിയുടെ അടുക്കളയിൽ പോയി ഇരിക്കുന്നതിന് തുല്യമല്ലേ നരേന്ദ്രമോദി? അതിനപ്പുറം എന്താ പറയാൻ പറ്റുക? ട്രംപിന്റെയും നെതന്യാഹുവിന്റെ അടുക്കളയിൽ പോയി ഇരിക്കുകയാണ് നരേന്ദ്രമോദി. ഇറാനെ ആക്രമിച്ചത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ വധിച്ചതിനെ അപലപിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അതിനെ അപലപിക്കുകയാണ്. ഇത്രമാത്രം നയതന്ത്രം പരാജയപ്പെട്ട, ഇത്രമാത്രം വൈരുദ്ധ്യങ്ങളുള്ള ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിക്കേണ്ടേ, മുഴുവൻ അനിശ്ചിതത്വമല്ലേ, വൈരുദ്ധ്യങ്ങളല്ലേ. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ ഈ 2 തവണ കഴിഞ്ഞ ഡിസംബർ 2024 ഈ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പും UN പാലസ്തീനെ സംബന്ധിച്ച് ഉള്ള പ്രമേയം വന്നപ്പോൾ ഇന്ത്യ എന്താ നിലപാടെടുത്തത്? നമ്മൾ പാലസ്തീൻ്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം എന്നുള്ള വോട്ട് ചെയ്തു ഇന്ത്യ ഡിസംബർ 2024 ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പും. എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ ചപലതകളെയോ ദൗർബല്യങ്ങളോ മുതലെടുത്തുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നിൽക്കുമ്പോൾ ഇന്ന് അവരെ പുറത്ത് പിന്തുണയ്ക്കുകയാണ്. ഔദ്യോഗികമായി പാലസ്തീനൊപ്പം നിൽക്കുന്നു എന്ന് UN വോട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന ഏതാ ദേശവിരുദ്ധത? രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ അല്ലേ? പലസ്തീനൊപ്പം അടിയുറച്ചു നിൽക്കുകയും അവിടെ ഇസ്രായേൽ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അങ്ങനെ ദേശവിരുദ്ധയാണെങ്കിൽ അതല്ല ദേശവിരുദ്ധ. പോട്ടെ, ഇവിടെ ഇസ്രായേൽ പോയി വാജ്പേയി മാത്രമല്ല ഹാഷ്മി, ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് UN പാലസ്തീന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്നും 1967 ദ്വിരാഷ്ട്ര തീരുമാനം പ്രകാരമുള്ള അതിർത്തിയിലേക്ക് ഇരു രാജ്യങ്ങളും മാറണമെന്നുള്ള പ്രമേയത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിപ്പോയപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ നമ്മൾ പാലസ്തീനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതാണ്. എന്താണ് ഈ രാജ്യത്തിന്റെ നിലപാട്? എന്താണ് ഈ രാജ്യത്തിന്റെ നിലപാട്? ഈ അവ്യക്തതയും ഈ വൈരുദ്ധ്യവും ഈ ദുരൂഹതയുമാണ് ഇന്ന് രാജ്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മാതൃരാജ്യവും ഇസ്രായേൽ ഫാദർലാൻഡുമാണ്, ഇന്ത്യ മദർലാൻഡും ഇസ്രായേൽ ഫാദർലാൻഡുമാണ് എന്ന് പറഞ്ഞത് ട്രോളുന്ന ആ അർത്ഥത്തിലല്ല, അത് മറ്റൊരു കോൺടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.